സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ ഒരുക്കങ്ങളായി. ആകെ വോട്ടർമാർ 11 ലക്ഷം. 74 പ്രവാസികളും 12 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടും. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി ചീമേനി പോലീസിന്റെ പിടിയിൽ. ജില്ലയിൽ ലഹരി മാഫിയ പിടികൂടാൻ പോലീസിന്റെ ശക്തമായ ഇടപെടൽ തുടങ്ങി നിരവധി വാർത്തകൾ ഇന്നും ഈ ഒരു മണിക്കൂറിൽ സിറ്റി ചാനൽ പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുണ്ട്. ആദ്യം തലക്കെട്ടുകൾ കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ആകെ 11 ലക്ഷം വോട്ടർമാർ. ഇതിൽ 74 പ്രവാസികളും ഉൾപ്പെടും. കൂടുതൽ വോട്ടർമാർ ഉള്ളത് ചെങ്കളയിലും കുറവ് വെള്ളൂരിലുമാണ്. 12 ട്രാൻസ്ജെൻഡർമാരും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പോക്സോ കേസ് പ്രതി പിടിയിൽ. പനയാൽ മൈലാട്ടി കൂട്ടപ്പുന സ്വദേശി മധുസൂദനൻ നായരെയാണ് ചീമേനി പോലീസ് സമർത്ഥമായി പിടികൂടിയത്. കഴിഞ്ഞ 2 വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ. കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ പോലീസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ MDMAയും നിരോധിത ലഹരി വസ്തുക്കളും പിടികൂടി. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. കളിയാട്ടക്കാവുകളിൽ ഇനി ചിലമ്പൊലിയുടെ നാളുകൾ. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തെയ്യം കലാകാരന്മാർക്ക് ഇനി വിശ്രമമില്ലാത്ത നാളുകൾ. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവലിന് സമാപനമായി. ലോക സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളാണ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത്. രാത്രി റോഡരികിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിന്റെ കാലിൽ പെരുമ്പാമ്പ് ചുറ്റി. വനപാലകർക്ക് കൈമാറുന്നതിനായി വീട്ടിനുള്ളിൽ സൂക്ഷിച്ച പാമ്പ് അർദ്ധരാത്രിയിൽ പുറത്തു ചാടി. ഞങ്ങളുടെ പ്രതിനിധി വിഭീഷാവനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ആകെ 11 ലക്ഷം വോട്ടർമാർ. ഇതിൽ 74 പ്രവാസികളും ഉൾപ്പെടും. കൂടുതൽ വോട്ടർമാർ ഉള്ളത് ചെങ്കളയിലും കുറവ് വെള്ളൂരിലുമാണ്. 12 ട്രാൻസ്ജെൻഡർമാരും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങളായി. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ വോട്ടർ പട്ടികയിൽ 74 പ്രവാസി ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിൽ 11,02,084 വോട്ടർമാരാണ് ആകെയുള്ളത്. അതിൽ 52,02,177 സ്ത്രീ വോട്ടർമാരും 12 ട്രാൻസ്ജെൻഡർമാരുമാണുള്ളത്. ആദ്യത്തെ വോട്ടർ പട്ടികയിലുള്ളതിനേക്കാൾ 7,687 പേരാണ് പുതുക്കിയ പട്ടികയിൽ കൂടുതലായിട്ടുള്ളത്. ജില്ലയിൽ 10,94,323 വോട്ടർമാരാണ് ആദ്യ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 14,849 വോട്ടർമാരെ ഒഴിവാക്കി പുതുതായി 22,536 പേരെയാണ് ചേർത്തത്. അന്തിമ വോട്ടർ പട്ടികയിൽ വോട്ടർമാർ കൂടുതലുള്ളത് ചെങ്കള പഞ്ചായത്തിലും കുറവ് വെള്ളൂരിലുമാണ്. 24,111 സ്ത്രീകളടക്കം 46,046 വോട്ടർമാരാണ് ചെങ്കളയിലുള്ളത്. വോട്ടർമാർ ഏറെയുള്ള പഞ്ചായത്തിൽ 2ാം സ്ഥാനം ചെമ്മനാടിനാണ്. ഇവിടെ 23,593 സ്ത്രീകൾ ഉൾപ്പെടെ 44,714 വോട്ടർമാരാണുള്ളത്. വോട്ടർമാർ കുറവുള്ള വെള്ളൂരിൽ 4,042 പുരുഷന്മാരടക്കം 8,249 വോട്ടർമാരും തൊട്ടടുത്തായി 11,736 വോട്ടർമാരുമുള്ള വലിയ പറമ്പുമാണ്. ചെങ്കള, ചെമ്മനാട് എന്നിവയ്ക്ക് പുറമെ 40,000-ലേറെ വോട്ടർമാരുള്ളത് മംഗൽപാടിയിലും 42,448 അജാനൂരുമാണ്. 41,071 പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളത് അജാനൂരിലാണ്. 12 പേർ വെസ്റ്റ് എളേരിയിൽ 10, പിലിക്കോട് 8, പൈവളികയിൽ 6, മൊഗ്രാൽ പുത്തൂരിൽ 5, മുളിയാർ, ചെമ്മനാട്, കയ്യൂർ, ചീമേനി പഞ്ചായത്തുകളിൽ 3 വീതവും പുത്തികെ, പള്ളിക്കര, പടന എന്നിവിടങ്ങളിൽ 2 വീതവുമാണുള്ളത്. 22 പഞ്ചായത്തുകളിൽ പ്രവാസി വോട്ടർമാരില്ല. നഗരസഭകളിൽ കാസർഗോഡ് 7, നീലേശ്വരത്ത് 4, കാഞ്ഞങ്ങാട്ട് 2 പ്രവാസി വോട്ടർമാരാണുള്ളത്. ജില്ലയിൽ ആകെയുള്ള 12 ട്രാൻസ്ജെൻഡർ വോട്ടർമാരിൽ 2 പേർ ചെങ്കളയിൽ, കാഞ്ഞങ്ങാട്, നീലേശ്വരം നഗരസഭകളിലും കുമ്പള, ബദിയടുക്ക, മൊഗ്രാൽ പുത്തൂർ, മധൂർ, പള്ളിക്കര, മടിക്കൈ, കിനാനൂർ, കരിന്തളം, വലിയ പറമ്പ് എന്നിവിടങ്ങളിലുമായി ഓരോന്ന് വീതമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പോക്സോ കേസ് പ്രതി പിടിയിൽ. പനയാൽ മൈലാട്ടി കൂട്ടപ്പുന സ്വദേശി മധുസൂദനൻ നായരെയാണ് ചീമേനി പോലീസ് സമർത്ഥമായി പിടികൂടിയത്. കഴിഞ്ഞ 2 വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ. 2023 ചീമേനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 11 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിൽ പോയ പനയാൽ മൈലാട്ടി കൂട്ടുപുന്ന സ്വദേശി മധുസൂദനൻ നായരെയാണ് പോലീസ് സമർത്ഥമായി പിടികൂടിയത്. കാഞ്ഞങ്ങാട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഇയാൾക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീമേനി പോലീസും സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി ശേഖരിക്കുകയും പ്രതി ഒളിവിൽ കഴിയുന്ന സ്ഥലം കണ്ടെത്തുകയും സമർത്ഥമായി പിടികൂടുകയുമായിരുന്നു.
കഴിഞ്ഞ 2 വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം ASI ശിവകുമാർ ചീമേനി, പോലീസ് സ്റ്റേഷനിലെ SEPO അജിത് KV എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കാഞ്ഞങ്ങാട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ പോലീസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ MDMAയും നിരോധിത ലഹരി വസ്തുക്കളും പിടികൂടി. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലയിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു. 3396 വാഹനങ്ങൾ പരിശോധിക്കുകയും 1243 നിയമലംഘനങ്ങൾ കണ്ടെത്തി. 154 വാറന്റ് പ്രതികളെയും പിടികൂടി. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട 94 പേരെ പരിശോധിച്ചു. NDPS ആക്ട് പ്രകാരം 8 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഒരാളിൽ നിന്നും 1.76 ഗ്രാം MDMA വിദ്യാനഗർ പോലീസ് പിടികൂടി. മുട്ടത്തൊടി ഇസത്ത് നഗർ സ്വദേശി ബദ്രുദ്ദീനാണ് പിടിയിലായത്. 14,000-ഓളം പാക്കറ്റ് നിരോധിത ലഹരി വസ്തുക്കൾ കാസർഗോഡ് പോലീസ് പിടികൂടി. മഹി ഇടയിൽ പീടിക 4 തറ സ്വദേശികളായ സുഭാഷ് ടി, വിനീഷ് കുമാർ എന്നിവരാണ് പിടിയിലായത്. മറ്റ് സ്പെഷ്യൽ ആക്ട്സ് പ്രകാരം 97 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 41 ഹോട്ടലുകളും ലോഡ്ജുകളിലും പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തുലാം 10 പിറന്നു. വടക്കൻ കേരളത്തിൽ ഇനി പെരുംചെണ്ടയുടെ ആസുരതാളത്തിനനുസരിച്ച് നൃത്തമാടുന്ന തെയ്യങ്ങൾ കാവുകളിലും ക്ഷേത്രങ്ങളിലും നിറഞ്ഞാടി തുടങ്ങുകയാണ്. ഇടവപ്പാതിയിൽ മുടിയഴിച്ച തെയ്യങ്ങൾ ഇനി ഗ്രാമജീവിതത്തിൽ കൂട്ടായ്മയുടെയും ആരവങ്ങളുടെയും സർഗസംഗീതം നിറയ്ക്കും. തെയ്യക്കാലത്തെ വരവേറ്റ് അണിയലങ്ങളുടെ നിർമ്മാണം തെയ്യം കലാകാരന്മാർ പൂർത്തിയാക്കി കഴിഞ്ഞു. വീണ്ടും ഒരു തുലാപ്പത്ത് പിറക്കുകയാണ്. വടക്കൻ കേരളത്തിലെ കാറ്റിന് ഇനി തോറ്റംപാട്ടിന്റെ താളവും ഒപ്പം മഞ്ഞൾക്കുരിയുടെ സുഗന്ധവും കലരും. പുതിയ തെയ്യക്കാലത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് തെയ്യം കലാകാരന്മാർ. അതിനായുള്ള അണിയലം പുതിയവ നിർമ്മിച്ചും പഴയവ മോടികൂട്ടിയും ഒരുക്കി കഴിഞ്ഞു. സാധാരണക്കാരന്റെ സങ്കടങ്ങളും പ്രതീക്ഷകളും സന്തോഷങ്ങളുമൊക്കെ പങ്കിടാൻ ദൈവം മണ്ണിലിറങ്ങുന്ന നാളുകളാണ് ഇനി. രാവെളുക്കുവോളം വടക്കേ മലബാർ ഉറങ്ങാതെ കഴിയുന്ന ആഘോഷ നാളുകൾ. സങ്കടങ്ങളും പരിവേദനങ്ങളും നിറഞ്ഞ മനസ്സുമായി ഇഷ്ടദൈവങ്ങളുടെ മുന്നിലേക്ക് പ്രതീക്ഷയോടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വരഹസ്തങ്ങളിൽ കനകരത്നപ്പൊടി നൽകി എല്ലാറ്റിനും ആശ്വാസം പകർന്ന് തെയ്യങ്ങൾ മൊഴി നൽകും. ഗുണം വരുത്തണേ. ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുന്ന ഈ വാക്ക് തന്നെയാണ് ഓരോ ഭക്തന്റെയും മനസ്സിന്റെ ആശ്വാസം. ഇടവപ്പാതിയോടെ അടച്ച കാവുകൾ തുറന്ന് വിളക്ക് തെളിയിച്ച് അടിയന്തരം നടക്കുന്നത് അന്നാണ്. കോലധാരികൾ, ആചാരസ്ഥാനികർ എന്നിവർക്ക് കൊടിയിലയിൽ അവിലും മലരും ഇളനീരും പഴവും നൽകും. തുലാം 10 മുതൽക്കാണ് വടക്കേ മലബാറിൽ പൂർണ്ണ അർത്ഥത്തിൽ തെയ്യക്കാലം തുടങ്ങുന്നത്. വിഭിഷാവനിൽ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവലിന് സമാപനമായി. ലോക സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളാണ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി നടന്ന 2ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് സമാപനമായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് ഫെസ്റ്റിവൽ നടന്നത്. ശീതീകരിച്ച മുറിയിൽ സിനിമാ തിയേറ്ററിനോട് സാമ്യമുള്ള രീതിയിലാണ് സിനിമകൾ പ്രദർശിപ്പിച്ചത്. ലോക സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകൾ മലയാള സബി ടൈറ്റിലിനോടുകൂടി തികച്ചും സൗജന്യമായാണ് പ്രദർശിപ്പിച്ചത്. കോൺക്ലേവ്, ആദം, 3 നൈറ്റ്, കഥവര, മൈ ഫേവറേറ്റ് കേക്ക്, ദ ടീച്ചർ, ദ പ്രസന്റ്, നോ അതർ ലാൻഡ്, പച്ചത്തെയ്യം, ദ വയലിൻ തുടങ്ങിയ 10ഓളം സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി 2ാമത് കാഞ്ഞങ്ങാട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്നും നാളെയുമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുകയാണ്. പ്രവേശനം തികച്ചും സൗജന്യമാണ്. നല്ല സിനിമകൾ കാഞ്ഞങ്ങാട്ടെ സിനിമാ പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ് ആർട്ട് ഫോറത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാടിൻ്റെ സ്വകാര്യ അഹങ്കാരം പ്രശസ്ത സംവിധായകൻ ശ്രീ സന്ന ഹെഗ്ഡെ അല്പസമയത്തിനകം ഇവിടെ നിർവഹിക്കും. തുടർന്ന് നിരവധി ലോക ക്ലാസിക് സിനിമകൾ ഈ ഹാളിൽ പ്രദർശിപ്പിക്കും. മുഴുവൻ പ്രേക്ഷകരെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഫെസ്റ്റിവൽ സിനിമാ സംവിധായകൻ സിന്ന ഹെഗ്ഡെ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം സെക്രട്ടറി P പ്രേമചന്ദ്രൻ സിനിമ വിശദീകരണം നടത്തി. അരവിന്ദൻ മാണിക്കോത്ത്, അഡ്വക്കേറ്റ് C ഷുക്കൂറ, TV രാജേന്ദ്രൻ, B സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ V സുരേഷ് മോഹൻ സ്വാഗതവും ജനറൽ കൺവീനർ CP ശുഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാത്രി റോഡരികിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിന്റെ കാലിൽ പെരുമ്പാമ്പ് ചുറ്റി. വനപാലകർക്ക് കൈമാറുന്നതിനായി വീട്ടിനുള്ളിൽ സൂക്ഷിച്ച പാമ്പ് അർദ്ധരാത്രിയിൽ പുറത്തു ചാടി. ഞങ്ങളുടെ പ്രതിനിധി വിബിഷ വനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാത്രി റോഡരികിൽ നിന്ന് മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിന്റെ കാലിൽ പെരുമ്പാമ്പ് ചുറ്റി. മാവുങ്കാലിനടുത്താണ് സംഭവം. കാലിൽ ചുറ്റിയ പെരുമ്പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറുന്നതിനായി വീടിനുള്ളിൽ സൂക്ഷിച്ച പാമ്പ് അർദ്ധരാത്രിയിൽ പുറത്തുചാടി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പെരുമ്പാമ്പിനെ വീടിന് ഉള്ളിൽ മുകൾ ഭാഗത്തെ എയർ ഹോൾസിൽ നിന്നും കണ്ടെത്തി. മാവുങ്കാൽ പുതിയ കണ്ടത്തെ മണികണ്ഠന്റെ കാലിലാണ് പെരുമ്പാമ്പ് ചുറ്റിയത്. കൊശവൻകുന്ന് റോഡരികിൽ നിന്ന് രാത്രി 10 മണിയോടെ ഫോണിൽ സംസാരിക്കവെയാണ് പെരുമ്പാമ്പ് ചുറ്റിയത്. ഒരാളിൽ കൂടുതൽ ഉയരവും 20 കിലോയോളം ഭാരവും വരും. കാലിൽ നിന്നും മാറ്റിയ പാമ്പിന്റെ വയർ വീർത്ത നിലയിൽ കണ്ട് ഗർഭിണിയാണോ എന്ന സംശയമായി. ഇളക്കിവിട്ടാൽ വാഹനം കയറി ചാകുമെന്ന സംശയമായി. രാത്രി ബന്ധപ്പെട്ടവരെ വിളിച്ചെങ്കിലും കിട്ടിയില്ല. തുടർന്ന് പാമ്പിനെ ചാക്കിലാക്കി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മുറിയിൽ സൂക്ഷിച്ചു. രാവിലെ വനപാലകർക്ക് കൈമാറാൻ തീരുമാനിച്ച് ചാക്കിനുള്ളിൽ വായു കടക്കാൻ ദ്വാരമുണ്ടാക്കി. പുലർച്ചെ 3 മണിക്ക് ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ ചാക്കിനുള്ളിൽ പെരുമ്പാമ്പില്ല. വാതിൽ പൂട്ടിയിരുന്നു. മുറി മുഴുവൻ തിരഞ്ഞിട്ടും പെരുമ്പാമ്പിനെ കാണാതായതോടെ ആശങ്കയായി. സമീപത്തുള്ള സുഹൃത്തുക്കളെ കൂടി വിളിച്ച് വീണ്ടും തിരഞ്ഞപ്പോഴാണ് മുറിക്കുള്ളിലെ വായി കിടക്കുന്ന വിടവിൽ ചുരുണ്ട് കിടക്കുന്നത് കണ്ടത്. പാമ്പ് എങ്ങനെ മുകളിൽ കയറിയെന്നതിൽ ആശ്ചര്യമാണ്. കേബിൾ വയർ മുറിയിലുള്ളതിനാൽ ഇതിലൂടെയാണോ എന്ന സംശയമുണ്ട്. വീണ്ടും ചാക്കിലാക്കിയ പെരുമ്പാമ്പിനെ ഞായറാഴ്ച രാവിലെ ഓട്ടോയിൽ കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിച്ച് കൈമാറി. സ്വന്തം കാലിൽ ചുറ്റിയ പെരുമ്പാമ്പിനെ സംരക്ഷിച്ച് എത്തിച്ചു നൽകിയിട്ടും വണ്ടിക്കൂലി പോലും കിട്ടിയില്ലെന്ന് പരാതിപ്പെടുകയാണ് മണികണ്ഠൻ. വിബിഷാവനിൽ, ന്യൂസ് ബ്യൂറോ, സിറ്റി ന്യൂസ്. അഖില കേരള യാദവ സഭ വെള്ളിക്കോത്ത് യൂണിറ്റ് പരിധിയിലുള്ള 2024-25 വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. അഖില കേരള യാദവ സഭ വെള്ളിക്കോത്ത് യൂണിറ്റ് പരിധിയിലുള്ള 2024-25 വർഷത്തെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പിന്തുണ നൽകുന്ന, അല്ലെങ്കിൽ അവർക്കൊരു അവർക്ക് കിട്ടുന്ന പ്രോത്സാഹനം തീർച്ചയായിട്ടും അവരെ ഉയർച്ചയിലേക്ക് നയിക്കുമെന്ന് സംശയമില്ല. ഇന്ന് നമുക്ക് നിരവധി കുറേ നേട്ടങ്ങൾ നേടിയ കുട്ടികളെ ഇന്ന് അനുമോദിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് പഴയ കാലങ്ങളിൽ നിന്ന് വലിയ മാറ്റം നാട്ടിലെല്ലാവരും സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സമുദായത്തിലും കാണുന്നുണ്ട് എന്ന് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും, എല്ലാ കുട്ടികളെയും നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായം മുഴുവൻ ആളുകളും ചെയ്യാൻ മുന്നോട്ട് വരണം. അഖില കേരള യാദവ സഭ വെള്ളിക്കോത്ത് യൂണിറ്റ് പ്രസിഡന്റ് ആലക്കോടൻ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. P നാരായണൻ, K കൃഷ്ണൻ, P പത്മനാഭൻ, വനിതാ കമ്മിറ്റി പ്രസിഡന്റ് TV യശോദ, KV ബാബു എന്നിവർ സംസാരിച്ചു. ഉപഹാരം സ്വീകരിച്ച ഡോക്ടർ അംബിക കുഞ്ഞിക്കണ്ണൻ മറുപടി പ്രസംഗം നടത്തി. യാദവ സഭ വെള്ളിക്കോത്ത് യൂണിറ്റ് സെക്രട്ടറി KV രാജു സ്വാഗതവും KV ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സർഗാത്മക രചനയ്ക്കും വായനയ്ക്കും ഊന്നൽ നൽകി ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് തല സർഗോത്സവം. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ MV ചെറിയമ്പു മാസ്റ്റർ നഗറിലാണ് ബാലവേദി താലൂക്ക് തല സർഗോത്സവം സംഘടിപ്പിച്ചത്. കഥാരചന, കവിതാരചന, ഉപന്യാസം, പ്രസംഗം, കവിതാലാപനം, ചലച്ചിത്ര ഗാനാലാപനം, ചിത്രീകരണം എന്നീ ഇനങ്ങളിൽ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് മത്സരം സംഘടിപ്പിച്ചത്. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് LP ക്ലാസ്സിലും UP ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ സാഹിത്യ രചന നടത്തുമെന്ന്
പലപ്പോഴും നമുക്കൊക്കെ വലിയ സംശയമുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ എഴുതുന്ന ഡയറി ആയാലും അല്ലെങ്കിൽ കുറിപ്പുകളായാലും അവരുടെ അനുഭവങ്ങളായാലും വളരെ മനോഹരമായി എഴുതുന്നു മാത്രം. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും അദ്ദേഹത്തിന്റെ ഓരോ സമയത്തുള്ള ഇടപെടലിലും അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ പ്രൈമറി വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ എഴുത്ത് എന്ന് പറയുന്നത്, സാഹിത്യ സൃഷ്ടി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സംഘാടക സമിതി ജനറൽ കൺവീനർ പി വേണുഗോപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു മുഖ്യാതിഥിയായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ പി വി ദിനേശൻ, വി കെ രതീശൻ, ടി രാജൻ, കെ ലളിത, കെ സുകുമാരൻ, പി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ സമ്മാനദാനം നടത്തി. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷത വഹിച്ചു. സി വി വിജയരാജ, സുനീഷ് കക്കാട്ടി, ടി വി ബാലകൃഷ്ണൻ, പി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെയാണ് അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ഹോസ്തൂർ ടാക്സ് ഫോറം ഹാളിൽ സംഘടിപ്പിച്ച പ്രസ്തുത ക്ലാസ് അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു കെ വി ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്, ഇൻകം ടാക്സ് അല്ലെങ്കിൽ GST ആയി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് നമ്മൾ സാധാരണ ക്ലാസ്സുകൾ നടത്താറുള്ളത്. അതിന് വിപരീതമായി ഇന്ന് കാസർഗോഡ് ജില്ല ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ നടത്തുകയാണ്. നമുക്ക് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുന്നത് എന്ത് തന്നെയാണ്, ഇന്ന് തന്നെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ വിവരം നമുക്ക് ലൈവായി കണ്ട കാര്യങ്ങൾ വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമുക്ക് കൈകാര്യം ചെയ്യുന്നത്. അത് നടത്താൻ ഇന്ന് കാരണമായത് എനിക്ക് തോന്നുന്നു നമ്മുടെ നോർത്ത് സോൺ സെക്രട്ടറി പ്രസിഡന്റിന്റെ ഒരു ശ്രമമാണ്. അതോടൊപ്പം അതിന് നമ്മുടെ പ്രസിഡന്റും സഹകരിച്ചു ഈ പ്രോഗ്രാം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്, ഇന്ന് ഞാനും ഇപ്പം പേടിച്ചു, ഇന്ന് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ടാക്സ് ഓഡിറ്റിന്റെ സമയമാണ്. ഇന്ന് ഇങ്ങനെയൊരു ടീമിനെ വിളിച്ചു വരുത്തി ആൾക്കാരില്ലാണ്ടാവുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. ഇന്ന് ഇത്രയും നിറഞ്ഞൊരു സദസ്സ് വേദി കാണുന്ന സമയത്ത് അതിന് ഞാൻ ആഹ്ലാദിക്കുകയാണ്. എല്ലാവരും അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ ഈ തിരക്കിനടക്കും. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ നോർത്ത് സോൺ പ്രസിഡന്റ് ശ്യാം പ്രസാദ് പുറവങ്കര ക്ലാസുകൾ കൈകാര്യം ചെയ്ത് സൺറൈസ് ഹോസ്പിറ്റൽ എമർജൻസി മെഡിക്കൽ വിഭാഗം തലവൻ ഡോക്ടർ വിനീതിനെയും സംഘത്തെയും സദസ്സിന് പരിചയപ്പെടുത്തി. ഡോക്ടർ വിനീതിന്റെ സംഘത്തിൽ സൺറൈസ് ഹോസ്പിറ്റൽ സ്റ്റാഫ് നഴ്സുമാരായ മാർട്ടിൻ, റോബർട്ട് എമോഡി ഹലൻ, ബിസിനസ് മാനേജർ അഖിൽ, സീനിയർ എക്സിക്യൂട്ടീവ് ഫിലിപ്പ് എന്നിവർ സജീവമായി പങ്കെടുത്തു. അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് വനിതാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സല, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് കുമാർ, മുൻ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് മറിയാമ്മ PA എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി നവീൻ കുമാർ HV നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E റീജിയൻ മീറ്റ് നടന്നു. ഹോസ്ദുർഗ് ലയൺസ് ഹാളിലാണ് മീറ്റ് സംഘടിപ്പിച്ചത്. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E റീജിയൻ മീറ്റ് ഹോസ്ദുർഗ് ലയൺസ് ഹാളിലാണ് സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി വി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബല്ല. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് അതിൻ്റെതായ വലിയ ചിട്ടവട്ടങ്ങളൊന്നുമില്ല. ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ ക്ലബിന്റെ പ്രസിഡന്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചാണ് ക്ലബ്ബ് മുന്നോട്ട് പോകുക. പക്ഷെ നമ്മൾക്കത് പറ്റില്ല. നമ്മളൊരു അന്താരാഷ്ട്ര ചിട്ടവട്ടത്തിൽ നീങ്ങുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെതായ ചില പ്രോട്ടോകോൾ പ്രൊസീജിയർ ഉണ്ട്. ഒരു വർഷം ഗവർണറാണ് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നേതാവ് ഗവർണറാണ്. ഗവർണർ കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആളുകളും നോമിനേറ്റഡ് പോസ്റ്റാണ്. ഞാനടക്കം ഡിസ്ട്രിക്ട് സെക്രട്ടറി അടക്കം ഗവർണർ നിയമിക്കുന്നതാണ് ആളുകൾ. അദ്ദേഹത്തിന്റെ ജോലി ഭാരം കുറയ്ക്കാൻ, അദ്ദേഹത്തിന്റെ ജോലി ഗംഭീരമായി മുന്നോട്ട് പോകാൻ ഞങ്ങളൊക്കെ നിയമിക്കലാണ്. അങ്ങനെ നിയമിക്കുന്ന 2 ഉദ്യോഗസ്ഥന്മാരാണ്
സോൺ ചെയർപേഴ്സണും റീജിയൻ ചെയർപേഴ്സണും. ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ഗവർണർ ആവണമെന്നൊരു മോഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആവേണ്ടത് സെക്സി ആണ്. സോൺ ചെയർപേഴ്സൺ ആയാൽ ആർക്കും ഗവർണർ ആവാം. ക്ലബ്ബ് പ്രസിഡന്റ് ആയാലും സെക്സി ആവാൻ പറ്റുള്ളൂ. സെക്സി ആയി കഴിഞ്ഞാൽ ഗവർണർ ആവാം. റീജിയൻ ചെയർപേഴ്സൺ നാസർ കൊളവയൽ അധ്യക്ഷത വഹിച്ചു. സോൺ ചെയർമാൻമാരായ ഗോവിന്ദൻ നമ്പൂതിരി, ജോമിച്ചൻ മാത്യു, ഹോസ്ദുർഗ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ശ്രീധരൻ സ്വാഗതവും ട്രഷറർ ദിനേശൻ നന്ദിയും പറഞ്ഞു. വിവിധ ക്ലബ്ബുകൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അടൂരിൽ പുതിയ ക്ലബ്ബ് സ്പോൺസർ ചെയ്ത ബന്തെടുക്ക ലയൺസ് ക്ലബിന് പ്രത്യേക പുരസ്കാരം സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കായക്കുളം പെരിയോക്കിപ്പാറയിൽ പണികഴിപ്പിച്ച സമുദായ ശ്മശാനം സ്മൃതിവനം കായക്കുളം പയ്യന്നൂർ ഫോക്ലാൻഡ് ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ നാടിന് സമർപ്പിച്ചു. കായംകുളം പെരിയോക്കിപ്പാറയിൽ ആധുനിക രീതിയിൽ പണികഴിപ്പിച്ച സമുദായ ശ്മശാനം സ്മൃതിവനം കായംകുളം പയ്യന്നൂർ ഫോക്ലാൻഡ് ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ നാടിന് സമർപ്പിച്ചു. കുലാലൻ എന്ന് പറയുന്ന ആളെ സൃഷ്ടിച്ചതിൽ 2-3 കഥയുണ്ടെങ്കിലും ശിവനും പാർവതിയുടെയും മകനായിട്ട് ശ്മശാന കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്, ദഹിപ്പിക്കാൻ ആളുകളെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പുത്രനെ കുലാലൻ എന്ന് പേര് കൊടുത്തു എന്നൊരു കഥയും, കുലാല മഹർഷിയിൽ നിന്നാണ് വംശപരമ്പര വന്നത്. ഈ കുലാല മഹർഷി ഉണ്ടാവുന്ന അങ്ങനെയാണ്, അതിന് പ്രത്യേക സൃഷ്ടിച്ച ഒരു മഹർഷിയാണ്. ഈ ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളെ കുലാലനായി മാറ്റുകയും അവർക്ക് കുലാല വൃത്തി അനുവദിക്കുകയും അവരുടെ പരമ്പരയ്ക്കൊക്കെ കുലാല വൃത്തി അനുവദിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. നമുക്കൊക്കെ അറിയാം, ഇപ്പൊ നമ്മളൊക്കെ കണ്ടു വളർന്നത് അതിന് ഒരുപാട് ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. ഞാനൊക്കെ കണ്ടു വളർന്നത് നാഗവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കടന്നു കയറാൻ സാധിക്കുന്ന ഒരു സമുദായം. കേവലം ഭൗതിക ശരീരം സംസ്കരിക്കാനുള്ള ഇടം എന്നതിലുപരി പൂർവികരെ ഓർക്കാനും അതുവഴി സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നതിനുമുള്ള കേന്ദ്രമായി തന്നെ വിശാലമായ ഈ സ്മൃതിവനം മാറട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ശ്മശാന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ടി വി മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ സംസ്ഥാന പ്രസിഡന്റ് ഇൻചാർജ് കെ ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. ശ്മശാനത്തിന്റെ വിവിധ ജോലികൾക്ക് നേതൃത്വം നൽകിയ വി എം ജനാർദ്ദനൻ മേസ്ത്രി, പ്രദീപ്, സുരേഷ്, രാധാകൃഷ്ണൻ എന്നിവരെ സമുദായ സ്ഥാനികരായ കെ മാധവൻ, പി വി അംബു, കെ ജനാർദ്ദനൻ എന്നിവർ ആദരിച്ചു. സ്മൃതിവനം എന്ന പേര് നിർദ്ദേശിച്ച ദേവജ് പാർമലിനും പേര് നിർദ്ദേശിച്ചവരിൽ നിന്നും നടത്തിയ നറുക്കെടുപ്പിൽ വിജയിയായ ബിന്ദു രവീന്ദ്രനും ഉപഹാരം നൽകി. മൺപാത്ര നിർമ്മാണ സമുദായ സഭ പെരിയ ശാഖാ പ്രസിഡന്റ് കെ മാധവൻ, സംസ്ഥാന സെക്രട്ടറി കെ പീതാംബരൻ, ജയറാം പ്രകാശ്, കെ വിജയൻ, ജാനകി ശിശുപാലൻ, ഉഷാകുമാരൻ, നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ പി വിജയൻ, ട്രഷറർ എ വേണു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിയാമ്പൂർ പാർക്കോ ക്ലബ്ബ് 60 ആളുകളുടെ പങ്കാളിത്തത്തിൽ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരം നടത്തി. പ്രദേശത്തെ 5 വയസ്സുള്ള കുട്ടികൾ മുതൽ പെൺകുട്ടികളും മുതിർന്നവർ ഉൾപ്പെടെയുള്ള ആളുകളും മത്സരത്തിന്റെ ഭാഗമായി. അതിയാമ്പൂർ പാർക്കോ ക്ലബ്ബ് 60 ആളുകളുടെ പങ്കാളിത്തത്തിൽ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരം നടത്തി. യൂണിയൻ എക്സ് എഫ് സി, എൽദ റാഡോ എഫ് സി, ബൈസ് എഫ് സി, പാർക്കോ എഫ് സി, ഡിയേറ്റേഴ്സ് എഫ് സി, യുണൈറ്റഡ് പാർക്കോ എന്നിങ്ങനെയായി 6 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഓരോ ടീമിലും 10 വീതം കളിക്കാർ അണിനിരുന്നു. മത്സരം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു. ഒരു നാട്ടിലെ മുഴുവൻ യുവത്വത്തെയും പ്രതിനിധീകരിക്കുന്ന തരത്തിലേക്ക് പാർക്കോ ക്ലബിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. അതിന്റെ നേതൃത്വത്തിലാണ് ഈ സൂപ്പർ ലീഗ് സംഘടിപ്പിക്കുന്നത്. എല്ലാ യുവത്വവും നമുക്കറിയാം, നമ്മുടെ നാട് വൻതോതിലുള്ള ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗത്തിന്റെയൊക്കെ പിടിയിലാണ് എന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ യുവത്വത്തെ കളിക്കളങ്ങളിലേക്കും അതുപോലെ തന്നെ കളിക്കളങ്ങളിലെ കായിക വിനോദങ്ങളിൽ ലഹരി കണ്ടെത്തുന്നതിനുമായി തയ്യാറാക്കുക എന്നുള്ളത് നമ്മുടെ യുവജന ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന തരത്തിലാണ് ഇന്ന് പാർക്കോ സൂപ്പർ ലീഗ് സീസൺ 1 എന്നുള്ള പേരിൽ ഇവിടെ ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ തങ്ങൾക്കെല്ലാം വഴികാട്ടിയായിട്ടുള്ള ഒരു അധ്യാപകനെ
ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ വിജയേഷ് മാഷ്, എന്റെ സഹപ്രവർത്തകനും സുഹൃത്തുകൂടിയായിട്ടുള്ള വിജയേഷ് മാഷിനെ ഇവിടെ ആദരിക്കാൻ വേണ്ടി ക്ലബ്ബ് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതും അഭിമാനകരമാണ്. ക്ലബിന്റെ ഫുട്ബോൾ ടീമിന് പരിശീലനവും നിർദ്ദേശങ്ങളും നൽകി വർഷങ്ങളായി കൂടെ പ്രവർത്തിക്കുന്ന കായിക അധ്യാപകൻ കെ വിജയകൃഷ്ണനെ ആദരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി പി വി സാലു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ അനിൽകുമാർ, ട്രഷറർ എ കെ അശോകൻ, ജയേഷ് അദ്യാമ്പൂർ എന്നിവർ സംസാരിച്ചു. 7 മണിക്കൂർ നീണ്ടുനിന്ന വാശിയേറിയ മത്സരങ്ങൾ യൂണിയൻ XFC പാർക്കോ 1ാം സ്ഥാനവും യുണൈറ്റഡ് പാർക്കോ 2ാം സ്ഥാനവും നേടി. മത്സരങ്ങൾ മുഴുവൻ നിയന്ത്രിച്ച ക്ലബിന്റെ മുൻ ഫുട്ബോൾ താരം പി വി ബാലകൃഷ്ണൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം നടന്നു. KSPS ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ കേളോത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് സംഘ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് പുതിയകോട്ട മാരാർജി മന്ദിരത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. KSPS ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ കേളോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സംഘപാത സ്വീകരിച്ച് ഒരു സാധകനായി തീർന്നു. താൻ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിലകൊണ്ടത് ആ കാര്യത്തിന് വേണ്ടി സമസ്തവും സമർപ്പിച്ചുകൊണ്ട് എന്തൊക്കെ തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. നമുക്കറിയാം, സംഘത്തിന്റെ ഒരു വേദിയിൽ മുൻ കാലങ്ങളിൽ ഒരു സംഘചാലകൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം അവിടെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ഭാവമൊക്കെ മാറ്റിക്കൊണ്ട് എന്തൊക്കെയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക അതൊക്കെ ചെയ്ത് കാണിച്ചുകൊണ്ട് അദ്ദേഹം മാറുകയായി. സംഘത്തില് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ചെറിയ സ്വയംസേവരോട്, ബാലസ്വയംസേവരോട്, സ്വയംസേവരോടൊക്കെ പറയും, നമ്മള് സംഘത്തിന്റെ ട്രെയിനിങ് കഴിക്കണം, ക്യാമ്പ് കഴിയണം. അന്ന് ITC, OTC, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ഇതൊക്കെ തേർഡ് ഇയർ ഇതൊക്കെ പറയും. EB ഭട്ട് അനുസ്മരണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് T തുളസീദാസൻ അധ്യക്ഷത വഹിച്ചു. P ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. KV ബാബു, പ്രശാന്ത് M, ഉദയകുമാർ PV, അഭിനാഷ് കാർത്തിക, T ദിനേശൻ, M ചന്ദ്രശേഖരൻ, കുഞ്ഞമ്പു മാസ്റ്റർ VK എന്നിവർ സംസാരിച്ചു. T ഗോപിനാഥൻ സ്വാഗതവും ശശികല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുസ്ലിം യൂത്ത് ലീഗ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ചൌക്കിയിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. ഇടത് സർക്കാരിനെതിരെയാണ് പ്രതിഷേധാഗ്നി നടത്തിയത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി കരീം ചൌക്കി, മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി ഷെഫിക് പീബീസ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രവർത്തക സമിതി അംഗം നവാസ് എരിയാൽ, മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് KJ, ജനറൽ സെക്രട്ടറി മൂസ ബാസിദ്, പഞ്ചായത്ത് ഭാരവാഹികളായ ഷദീദ് കടവത്തോപ്പ്, സിദ്ദിഖ്, അഡ്വക്കേറ്റ് ഇബ്രാഹിം സാബിദ്, അൽതാഫ് DP, അബ്നാസ് കുന്നിൽ, അസ്കർ പടിഞ്ഞാർ, ജുനൈദ് കമ്പാൾ, അനീസ് ചൌക്കി, അബ്ബാസ് മൊഗർ അസ്വർ മജൽ, ഷദീദ് വെള്ളൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിവന്ന കാഞ്ഞങ്ങാട് നഗരസഭ കേരളോത്സവം ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാമത്സരങ്ങളോടെ സമാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. ഒക്ടോബർ 1 മുതൽ നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിവന്ന കാഞ്ഞങ്ങാട് നഗരസഭ കേരളോത്സവം ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാമത്സരങ്ങളോടെയാണ് സമാപിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഈ വർഷത്തെ കേരളോത്സവത്തിൻ്റെ കലാമത്സരങ്ങളാണ് ഇന്ന് GHSS ഹോസ്ദുർഗിൽ നടക്കുന്നത്. എല്ലാ യുവജന ക്ലബ്ബുകളുടെയും പങ്കാളിത്തം ഈ കലാകായിക മത്സരങ്ങൾക്കകത്ത് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട്. വരുന്ന കാലങ്ങളിലും ഇത്തരത്തിലുള്ള കൂടുതൽ പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ കാഞ്ഞങ്ങാട് നഗരസഭയുടെ കേരളോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലെ വിജയികൾ നേരിട്ട് ജില്ലാ മത്സരങ്ങളിലേക്കാണ് എത്തുക. അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനതല മത്സരങ്ങളിലടക്കം വിജയികളായതിൽ കാഞ്ഞങ്ങാട് നഗരസഭയുടെ മത്സരാർത്ഥികളുണ്ടായിരുന്നു. ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, സ്ഥിരം സമിതി അധ്യക്ഷരായ K ലത, K അനീഷൻ, K പ്രഭാവതി, നഗരസഭാ കൗൺസിലർമാരായ K രവീന്ദ്രൻ, പള്ളിക്കൈ രാധാകൃഷ്ണൻ, PV മോഹനൻ, CH സുബൈദ, N ഇന്ദിര, TV സുജിത് കുമാർ, യൂത്ത് കോർഡിനേറ്റർ കൃതിക് രാജ് എന്നിവർ സംസാരിച്ചു.
കലാമത്സരങ്ങളിൽ കലാവേദി കാഞ്ഞങ്ങാട് സൗത്ത് 1ാം സ്ഥാനവും റെഡ് സ്റ്റാർ പുതുക്കൈ 2ാം സ്ഥാനവും നേടി. കായിക മത്സരങ്ങളിൽ അഴീക്കോടൻ ബല്ല 1ാം സ്ഥാനവും കലാവേദി കാഞ്ഞങ്ങാട് സൗത്ത് 2ാം സ്ഥാനവും നേടി. 191 പോയിന്റുകളോടെ കലാവേദി കാഞ്ഞങ്ങാട് സൗത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. 106 പോയിന്റ് നേടിയ റെഡ് സ്റ്റാർ പുതുക്കയാണ് റണ്ണേഴ്സ് അപ്പ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം കോതോളങ്കര ദുർഗാഭഗവതി ക്ഷേത്ര നവീകരണ കലശ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മാതൃസംഗമം സംഘടിപ്പിച്ചു. ക്ഷേത്ര മാതൃസമിതിയുടെയും മഹോത്സവ കമ്മിറ്റി വനിതാ വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് മാതൃസംഗമം നടത്തിയത്. രാവണീശ്വരം കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ കലശ ഒറ്റത്ര കളിയാട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായി ക്ഷേത്ര മാതൃസമിതിയുടെയും മഹോത്സവ കമ്മിറ്റി വനിതാ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഗൗരി മാതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ സ്ത്രീകൾ പടർന്ന് പന്തലിച്ച് സമൂഹത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ഭാഗമാകുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് അമ്പലങ്ങളുടെ എല്ലാം, ഇപ്പൊ അമ്പലങ്ങളുടെ ആയാലും അതുപോലെ തന്നെ തറവാടുകളായാലും മറ്റ് പ്രവർത്തനമായാലും എല്ലാം സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി വരുന്നു. സ്ത്രീകൾ കരുത്താർജിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം ഒരു പരിധി വരെ 100% എത്തിയില്ല എങ്കിലും ഏതാണ്ട് ഒരു 90%-ലധികം സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം നമുക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി സാധിച്ചു. സ്ത്രീയും പുരുഷനും സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. സ്ത്രീയില്ലെങ്കിൽ പുരുഷനില്ല, പുരുഷനില്ലെങ്കിൽ സ്ത്രീയില്ല. അവ രണ്ടും പരസ്പര പൂരകമായി ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് ഒന്നും കാണാതെയാണ് നമ്മളെല്ലാം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. മഹോത്സവ കമ്മിറ്റി വനിതാ വിഭാഗം ചെയർപേഴ്സൺ ഉഷ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രഭാഷകൻ വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ഇല്ലേ പിന്നെ എന്താക്കിയിട്ട് കാര്യമില്ല. അപ്പോ ദൈവം ഇരിക്കുന്നത് വീട്ടിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ഇരിക്കുന്നത് വീട്ടിലാണ്. നോക്ക്, ഈ ലോകത്തിന് ഇത്രയും മനോഹരമായ കാഴ്ചകളുണ്ട് എന്നും ഇത്രയും മുഖസൗന്ദര്യമുള്ള മനുഷ്യരുണ്ട് എന്നും ഈ ലോകത്തിന്റെ തത്വശാസ്ത്രങ്ങൾ ഇന്നതാണ് എന്നൊക്കെ എന്നെ മനസ്സിലാക്കി തരാൻ ഒരമ്മ വേണ്ടി വന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ കുഞ്ഞിക്കേളു നമ്പ്യാർ, കൺവീനർ വി ഗോവിന്ദൻ, ക്ഷേത്രം പ്രസിഡന്റ് എൻ അശോകൻ നമ്പ്യാർ, വർക്കിംഗ് ചെയർമാൻ തമ്പാൻ മക്കാക്കോട്, ക്ഷേത്രം സെക്രട്ടറി അനീഷ് ദീപം, ആഘോഷ കമ്മിറ്റി ട്രഷറർ കെ.വി. പ്രവീൺ കുമാർ, മാക്കി വിഷ്ണുമൂർത്തി ദേവസ്ഥാനം മാതൃസമിതി പ്രസിഡന്റ് ശാന്ത അശോകൻ, കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്ര മാതൃസമിതി സെക്രട്ടറി പി ഗീത, തണ്ണോട്ട് മഹാവിഷ്ണു ക്ഷേത്ര മാതൃസമിതി സെക്രട്ടറി ഉഷ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മഹോത്സവ കമ്മിറ്റി വനിതാ വിഭാഗം കൺവീനർ സജിത ബാലൻ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ജയശ്രീ മാധവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. RJD കാഞ്ഞങ്ങാട് മുനിസിപ്പൽ പ്രവർത്തന കൺവെൻഷൻ നടന്നു. അരയി പാലക്കലിൽ വച്ചാണ് കൺവെൻഷൻ നടന്നത്. RJD കാഞ്ഞങ്ങാട് മുനിസിപ്പൽ പ്രവർത്തന കൺവെൻഷൻ അരയി പാലക്കൽ വെച്ചായിരുന്നു നടന്നത്. സംസ്ഥാന സെക്രട്ടറി കെ ലോഹ്യ ഉദ്ഘാടനം നിർവഹിച്ചു. രോഗിയായ ഒരാൾ കിടപ്പാണ്, അതിന് ആവശ്യമായ ചികിത്സയ്ക്ക് കാശില്ല എന്ന യാഥാർത്ഥ്യം ഈ വാർഡിലെ പ്രവർത്തകർ തിരിച്ചറിയുകയാണ്. അവരത് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ യാതൊരു മടിയും കൂടാതെ നമുക്ക് അവരെ ആശുപത്രിയിൽ എത്തിക്കണം. അപ്പോൾ നാളെ അത് കൊണ്ടുപോകണം. ആര് കൊണ്ടുപോകും? അതിനുള്ള കാശ് ആരൊക്കെ അതിന് കാശ് കൊടുക്കും? ആ ചർച്ചകളാണ് യോഗത്തിലൊരു പ്രധാന അജണ്ടയായി വരുന്നത്. ആ പ്രദേശത്ത് പാവപ്പെട്ട ഒരു വീട്ടിലൊരു കുട്ടി വിവാഹിതയായിട്ടില്ല. ഇന്ന് ആൺകുട്ടികളെ കിട്ടാനാണ് പാടെങ്കിൽ, പെൺകുട്ടികളെ കിട്ടാനാണ് പാടെങ്കിൽ അന്ന് ഒരു വരനെ കണ്ടെത്തുക എന്നതൊരു വലിയ ത്യാഗമായിരുന്നു. അപ്പോൾ പല വീടുകളിലും 3-4 പെൺകുട്ടികൾ പുരഞ്ഞറിഞ്ഞു നിൽക്കുകയാണ് അന്നത്തെ നാടൻ ഭാഷ. അങ്ങനെ ഉണ്ടാകുമ്പോൾ രക്ഷിതാവിന് വലിയ ആദിയാണ് ഇവളെ ഒരു വരനെ ഏൽപ്പിച്ചില്ലെങ്കിൽ. അങ്ങനെ ആദിയുള്ള ആ രക്ഷിതാക്കൾക്ക് മുമ്പിലേക്ക് പാർട്ടി ചെല്ലുകയാണ്. അവർക്ക് വരനെ കണ്ടെത്താൻ പാർട്ടി മുൻകൈയെടുത്ത് സമീപ പ്രദേശത്തെ ആളുകളുമായി ആലോചിച്ച് ഒരു വരനെ എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ വിവാഹം തീരുമാനിച്ചാൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ട് വീണ്ടും യോഗം ചേരും, പാർട്ടിക്കാരൻ്റെതാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ എങ്ങനെ അത് നടത്തും? പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ അതിനാവശ്യമായ ചെറിയ തരത്തിലുള്ള സ്വർണം, വസ്ത്രം, ആ വിവാഹം നടത്തുന്നതിനാവശ്യമായ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഓരോരുത്തർ സ്പോൺസർ ചെയ്യാണ്. ചെറുപയർ എൻ്റെ വക, അങ്ങനെ ഒരു പായസം വേണം, ആ പായസത്തിനുള്ള ശർക്കര ഞാൻ തരും, വിവാഹത്തിന് ആവശ്യമായ അരി എൻ്റെ വകയുണ്ട്. അങ്ങനെ വാഗ്ദാനം ചെയ്ത് വിവാഹം നടത്തി കൊടുക്കുകയാണ്.
ജില്ലാ പ്രസിഡന്റ് വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എം കുഞ്ഞമ്പാടി, ഇ ഗണേശൻ, കെ രാമചന്ദ്രൻ, UK ജയപ്രകാശ്, പനങ്കാവ് കൃഷ്ണൻ, കെ അമ്പാടി, PV തമ്പാൻ, പുരുഷോത്തമൻ, കെ മായാകുമാരി, പ്രജീഷ് പാലക്കാൽ, PP രാജൻ എന്നിവർ സംസാരിച്ചു. വിജയൻ മണക്കാട്ട് സ്വാഗതവും MP ജയേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് മൂത്തേടത്ത് കുതിര് പുതിയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം 2026 ജനുവരി 28 മുതൽ 31 വരെ തീയതികളിലായി നടക്കും. ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. അടോട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം 2026 ജനുവരി 28 മുതൽ 31 വരെ തീയതികളിലായാണ് നടക്കുന്നത്. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ഐശ്വര്യ എന്റർപ്രൈസസ് ഉടമ ഐശ്വര്യകുമാരൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ജയന് നൽകി ഫണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു പങ്കെടുക്കാനും എന്നെ നിങ്ങളെ വിളിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ എല്ലാ കൊല്ലത്തും അതോട്ട് ഈ വീടുമായിട്ട് എൻ്റെ ഇളയമേലൂടെയല്ല ഞങ്ങൾ വലിയൊരു ബന്ധത്തിലായിട്ട് കുറേ കാലങ്ങളായിട്ട് നിൽക്കുന്നത്. ഈ അതോട്ട് എല്ലാ പരിപാടിക്കും ഞാൻ എല്ലാ സജീവമായിട്ട് പണ്ടേ വരലുണ്ട്. അതും ഇനിയും ഇപ്രാവശ്യം വളരെ വിപുലമായ പരിപാടികൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കാരും ബുദ്ധിമുട്ട് വരില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ദൈവത്തിന് ഒന്നും ബുദ്ധിമുട്ട് വരില്ല എന്ന് എനിക്ക് പറയാനുള്ളത് ഈ യോഗ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കും. ചടങ്ങിൽ ദേവസ്ഥാന കമ്മിറ്റി സെക്രട്ടറി നിതീഷ് KV, പ്രസിഡന്റ് KV കുഞ്ഞമ്പു, മുൻ ദേവസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ രാഘവൻ പള്ളത്തിങ്കാൽ, നാരായണൻ പള്ളിക്കാപ്പിൽ, KV സുരേന്ദ്രൻ, മാതൃസമിതി സെക്രട്ടറി ബീന പൊളിച്ചവളപ്പ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ദേവസ്ഥാന ആചാരസ്ഥാനികന്മാരും ദേവസ്ഥാന കമ്മിറ്റി ആഘോഷ കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ സംബന്ധിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ സുഗതൻ KV സ്വാഗതം പറഞ്ഞു. ദേവസ്ഥാന കമ്മിറ്റി ട്രഷറർ ജയൻ K നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയാകൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. യജ്ഞാചാര്യൻ ഭാഗവത ശ്രീ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരിക്ക് ആചാര്യ വരവേൽപ്പ് നൽകി. പെരിയാകൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. യജ്ഞാചാര്യൻ ഭാഗവതശ്രീ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് സപ്താഹ ജ്ഞാനയജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. യജ്ഞാചാര്യൻ ഭാഗവതശ്രീ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരിക്ക് ആചാര്യ വരവേൽപ്പ് നൽകി. വാദ്യമേളങ്ങളുടെയും മുത്തുകടകളുടെയും അകമ്പടിയോടെയാണ് ആചാര്യ വരവേൽപ്പ് നൽകിയത്. നിരവധി ഭക്തർ ആചാര്യ വരവേൽപ്പിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയാകൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ചുള്ള സമാരംഭ സമ്മേളനം നടന്നു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം നിർവഹിച്ചു. പെരിയാകൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രം സമാരംഭ സമ്മേളനം നടന്നു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം നിർവഹിച്ചു. സപ്താഹ യജ്ഞത്തിനെല്ലാം ഇത് മനസ്സിലാക്കി അപ്പോൾ അധ്യക്ഷൻ തന്നെ പറഞ്ഞു, MLA വിളിച്ചത് ഞങ്ങൾ റോഡിന്റെ വീതി കിട്ടാൻ വേണ്ടിയാണ്. വീതി കൂട്ടുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. നിങ്ങൾ എല്ലാവരും സ്ഥലം വിട്ട് വരികയാണെങ്കിൽ വീട്ടിൽ കൂട്ടുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. അതിൽ ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചൊരു കാര്യം നടപ്പാക്കാതെ ഇല്ല. അതിന് മുമ്പിൽ പ്രമോദിപ്പം ഓരോരോ അമ്പലത്തിലെ കാര്യം പറഞ്ഞ പ്രമോദ് പറഞ്ഞു സ്ഥലത്തിൽ ഇങ്ങനെ അടുത്ത വർഷം ഉത്സവം നടക്കുന്നുണ്ട്, അത്യാവശ്യം നോട് വേണം, അത് കൊടുത്തിട്ടുണ്ട്. വന്നുടനെ വൈസ് പ്രസിഡന്റിന്റെ 50 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അത് ക്യാൻസലായി പോയതിനെ പുനരുജ്ജീവിപ്പിച്ചെടുത്തിട്ട് 50 ലക്ഷം പോലും അതായത് കൂടാനല്ലേ. ക്ഷേത്ര സേവാ സംഘം പ്രസിഡന്റ് സുരേഷ് ബാബു കൂടാനം അധ്യക്ഷത വഹിച്ചു. ദീർഘകാലം ക്ഷേത്ര സേവാ സംഘം പ്രസിഡന്റ് പദം അലങ്കരിച്ച നാരായണ അടികയെ ആദരിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്
CK അരവിന്ദൻ, പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്യായനി കൃഷ്ണൻ, TV അശോകൻ, T രാമകൃഷ്ണൻ, C രാജൻ പെരിയ, ഗീതാ കുമാരൻ എന്നിവർ സംസാരിച്ചു. KR ബാബുരാജ് കടയങ്ങാനം സ്വാഗതവും V കണ്ണൻ പെരിയ നന്ദിയും പറഞ്ഞു. സുരേഷ് ബാബു കൂടാനം അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ആകെ 11 ലക്ഷം വോട്ടർമാർ. ഇതിൽ 74 പ്രവാസികളും ഉൾപ്പെടും. കൂടുതൽ വോട്ടർമാർ ഉള്ളത് ചെങ്ങളയിലും കുറവ് വെള്ളൂരിലുമാണ്. 12 ട്രാൻസ്ജെൻഡർമാരും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പോക്സോ കേസ് പ്രതി പിടിയിൽ. പനയാൽ മൈലാട്ടി കൂട്ടപ്പുന സ്വദേശി മധുസൂദനൻ നായരെയാണ് ചീമേനി പോലീസ് സമർത്ഥമായി പിടികൂടിയത്. കഴിഞ്ഞ 2 വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ. കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ പോലീസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ MDMAയും നിരോധിത ലഹരി വസ്തുക്കളും പിടികൂടി. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. കളിയാട്ടക്കാവുകളിൽ ഇനി ചിലമ്പൊലിയുടെ നാളുകൾ. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തെയ്യം കലാകാരന്മാർക്ക് ഇനി വിശ്രമമില്ലാത്ത നാളുകൾ. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവലിന് സമാപനമായി. ലോക സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളാണ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത്. രാത്രി റോഡരികിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിന്റെ കാലിൽ പെരുമ്പാമ്പ് ചുറ്റി. വനപാലകർക്ക് കൈമാറുന്നതിനായി വീട്ടിനുള്ളിൽ സൂക്ഷിച്ച പാമ്പ് അർദ്ധരാത്രിയിൽ പുറത്തു ചാടി. ഞങ്ങളുടെ പ്രതിനിധി വിഭീഷാവനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.